രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചുറ്റും ശത്രുക്കളാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ, യൂത്ത് കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കടുത്ത എതിർപ്പുണ്ട്. ഷാഫിയുടെ തണലിൽ വളരെ വേഗത്തിൽ വളർന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും MLA-യും ആയതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ എതിർപ്പുണ്ട്. VD സതീശന്റെ പിന്തുണയും സഹായവും ഉള്ളതുകൊണ്ട് VD സതീശനെ എതിർക്കുന്ന ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് രാഹുലിനെ കണ്ടുകൂടാം. യൂത്ത് കോൺഗ്രസിനകത്തും കോൺഗ്രസിനകത്തും രാഹുൽ മാങ്കൂട്ടത്തിന് എതിർപ്പുള്ളത് കൊണ്ടുകൂടിയാണ് ഇതിപ്പോൾ പുറത്തേക്ക് വന്നത്. രാഹുലിനെ ചേർത്ത് പിടിച്ചിരുന്ന, സംരക്ഷിച്ചിരുന്ന VD സതീശനു പോലും തള്ളിപ്പറയേണ്ട സാഹചര്യമുണ്ടായത് VD സതീശനുമായി വളരെ വ്യക്തിബന്ധമുള്ള, ഇപ്പോൾ പരാതിക്കാരിയായ നടിക്ക് സന്ദേശം അയച്ചതുകൊണ്ടാണ്. മറ്റു പല പരാതികളും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും സതീശനുമായി വളരെ അടുപ്പമുള്ള, VD സതീശൻ മകളെ പോലെ കാണുന്ന അടുപ്പമുള്ള നടിയാണ് റിനി. അവർക്കിത് സംഭവിച്ചത് കൊണ്ട് തന്നെ സതീശന് രാഹുലിനോട് കടുത്ത എതിർപ്പുണ്ട്. അല്ലെങ്കിൽ തന്നെ രാഹുലിന്റെ ചില അതിര് കടന്ന ഇടപെടലുകളിൽ അതൃപ്തനായിരുന്നു സതീശൻ. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഷാഫി ഒഴികെ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ഷാഫിയുടെ ശക്തിയും പതിയെ പതിയെ ചോർന്നു തുടങ്ങിയെന്ന് ഓർക്കണം. മറുഭാഗത്ത് CPM-ന്റെ ഏറ്റവും വലിയ ടാർഗറ്റുകളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിണറായിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ ചാട്ടുളി പോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ സാധാരണ പ്രതിപക്ഷ നേതാക്കളോടുള്ള വിരോധമല്ല പിണറായിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ളത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. അങ്ങനെ പിണറായിയുടെ പകയ്ക്ക് കൃത്യമായി പാത്രമായിട്ടുള്ള ആ പക തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് സമർത്ഥമായി ഉപയോഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പക്ഷെ പിണറായിയുടെ പകയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സാധാരണമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെതിരെ പുറത്തേക്ക് വന്ന ഈ ആരോപണങ്ങളൊക്കെ കൃത്യമായ ക്രോണോളജിയിൽ പല ആളുകളുടെയും ഒത്തൊരുമയിൽ സംഭവിച്ചതാണ്. അത് ഇവിടെയെങ്ങും അവസാനിക്കില്ല. ഇനിയും പല ആരോപണങ്ങളും പുറത്തു വരും. അതിൽ പലതും മുതലെടുപ്പുകാരാവാം. ഹണി ഭാസ്കരനും ട്രാൻസ്ജെൻഡറും ഒക്കെ വന്നതുപോലെ. എന്നാൽ അല്ലാത്ത പരാതികളും പുറത്തു വരാം. കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വിഷയത്തിൽ CPM-ന്റെ പ്ലോട്ടാണെന്ന് കരുതി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജിബി സദാശിവൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഇത്തരം ഒഴിവാക്കലുകളുടെ ഒരു സൂചന മാത്രമാണ്. എല്ലാ അർത്ഥത്തിലും ഒറ്റയ്ക്ക് പോവേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു.